ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ്സ് എങ്ങനെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് അതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ID ആണ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പാസ്വേഡ് അവിടെ ഓട്ടോമാറ്റിക്കലി ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. അതിൽ അസൈൻമെൻറ്റ്സ് പറഞ്ഞിട്ട് താഴോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ബാച്ചലർ ആർട്സ് ഓഫ് ഇംഗ്ലീഷ് 4 ഇയർ കാണിക്കും. അതിൽ സെമസ്റ്റർ 1 അതിപ്പോൾ ഞാനിപ്പോൾ സെമസ്റ്റർ 3യുടെ അസൈൻമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ സെമസ്റ്ററിൻ്റെ കോഴ്സുകൾ അവിടെ കാണും. അപ്പോൾ ഞാനിവിടെ ഒരുപാട് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4 അസൈൻമെൻറ്റും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ പെൻഡിങ് ഉള്ള അവിടെ വ്യൂ അസൈൻമെൻറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെൻറ്റ്സിൻ്റെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഞാനിവിടെ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ സബ്മിഷൻ കൊടുത്തു. ഈ ഫയൽ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ PDF ആക്കി വെച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ PDF അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതന്നെ ഒന്നുകൂടി റോൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും ഞാൻ ബാക്ക് അടിച്ചപ്പോൾ പിന്നെ ഓൺലൈൻ സബ്മിഷൻ വന്നു. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഫയൽ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മഹാത്മാഗാന്ധിയുടെ ആ PDF അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു വരുമ്പോൾ നമ്മളതിൽ ഓക്കെ കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF സക്സസ്ഫുള്ളായിട്ട് അസൈൻമെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ട് നമുക്കതിൽ കാണാൻ കഴിയും. അസൈൻമെൻറ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.